നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ കുഞ്ഞു മരിച്ചതിൽ ആരോപണ വിധേയയായ ഡോക്ടർ ബിന്ദു സുന്ദറിനോട് നിർബന്ധിത അവധിയെടുക്കാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ നിർദ്ദേശം. ചികിത്സാ പിഴവ് അന്വേഷിക്കാൻ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധർ ഉൾപ്പെട്ട സംഘം ഇന്ന് ആശുപത്രിയിലെത്തും. അതിവേഗം റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടതായി ആരോഗ്യവകുപ്പ് ഡയറക്ടർ റീന KJ അറിയിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ആഷിഖ് റഹ്മാൻ കൂടി നമ്മളോടൊപ്പം ചേരും. ആഷിഖ്, ഈ ഡോക്ടർക്കെതിരെ നേരത്തെയും ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് പുതിയ നടപടി? ഗൗതം, റീന KJക്കെതിരെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പും സമാന രീതിയിൽ മറ്റൊരു ആരോപണം ഉണ്ടായിരുന്നു. ഈ ആരോപണം തുടർക്കഥയായതിനു പിന്നാലെയാണ് ഈ ഡോക്ടറെ നിലവിൽ നിർബന്ധിത അവധിയിലേക്ക് പോകാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇന്നലെയായിരുന്നു മറ്റൊരു കുഞ്ഞ് ഇത്തരത്തിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ മരിച്ചത്. തുടർന്ന് വലിയ പ്രതിഷേധം ഈ ആശുപത്രി പരിസരത്ത് നടന്നു. തുടർന്ന് അർദ്ധരാത്രി നടത്തിയ ചർച്ചയിലാണ് ഇത്തരത്തിൽ തൽക്കാലത്തേക്ക് നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിക്കുക. അതുപോലെ തന്നെ ഡോക്ടർ ഇനി ഒരിക്കൽ കൂടി ആ ആശുപത്രിയിൽ ജോലി ചെയ്യാത്ത രീതിയിൽ ഒരുപക്ഷെ സ്ഥലം മാറ്റുക എന്ന് തന്നെയാണ് ആരോഗ്യ ഡയറക്ടർ സൂചിപ്പിച്ചത്. ഇത്തരത്തിൽ ഒരു നടപടിയും കൂടി വരും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനം, ഒരു മെഡിക്കൽ കോളേജിൽ നടക്കമുള്ള ഡോക്ടർമാരുടെ വിദഗ്ധരടങ്ങിയ ഒരു സംഘം ഇന്ന് മെഡിക്കൽ കോളേജിൽ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തും. തുടർന്ന് അവരുടെ അതിവേഗം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും പ്രധാനം, നേരത്തെ 2 പരാതികൾ കൂടി ഈ DMOക്ക് ലഭിച്ചിരുന്നു. ഈ പരാതികൾ കൂടി ഈ സംഘം അന്വേഷിക്കും എന്നുള്ളതാണ്. തുടർന്ന് ഈ അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടായി എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് കൃത്യമായ നടപടിയെടുക്കുമെന്നാണ് ആരോഗ്യ വകുപ്പ് ഡയറക്ടർ KK റീന ഇന്നലെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്നലെ സമാന രീതിയിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു. പ്രത്യേകിച്ച് വൈകിട്ടോടു കൂടിയാണ് ഈ കുട്ടി മരണപ്പെട്ടത്. പക്ഷേ ഈ രാത്രി വരെ, അതായത് അർദ്ധരാത്രി 12 മണി വരെ ഈ പ്രതിഷേധം കോൺഗ്രസും BJPയും അതുപോലെ തന്നെ SJP അടക്കമുള്ള സംഘടനകൾ തുടരുകയായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ നടപടിയിലേക്ക് പോയിട്ടുള്ളത്. എന്തായാലും നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ ചികിത്സാ വീഴ്ച, പ്രത്യേകിച്ച് പ്രസവ ശസ്ത്രക്രിയയിലുള്ള ചികിത്സാ വീഴ്ച 2 ആഴ്ചക്കിടെ 2 സംഭവങ്ങളുണ്ടായി. അതാണ് ഇത്തരത്തിലൊരു കടുത്ത നടപടിയിലേക്ക് എന്തായാലും ഇപ്പോൾ നീങ്ങിയിട്ടുള്ളത്. എന്തായാലും ഈ വിദഗ്ധ സംഘത്തിന്റെ, മെഡിക്കൽ കോളേജിൽ അടക്കമുള്ള വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട് തന്നെയായിരിക്കും ഏറ്റവും പ്രധാനം. എന്തായാലും ആരോഗ്യ വിധേയയായ ബിന്ദു സുന്ദർ ഇനി നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ജോലി ചെയ്യില്ല എന്നൊരു ഉറപ്പ് എന്തായാലും ആരോഗ്യവകുപ്പ് ഡയറക്ടർ നൽകിയിട്ടുണ്ട്. അതുപോലെ അവർക്ക് തൽക്കാലത്തേക്ക് നിർബന്ധിത അവധിയിലും പ്രവേശിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും കൂടുതൽ നടപടികൾ ഉണ്ടാകും. ഇന്ന് കൂടുതൽ പരിശോധനകൾ ഉണ്ടാകും. അതിന്റെ വഴിക്ക് കാര്യങ്ങൾ നടക്കും. തിരുവനന്തപുരത്ത് നിന്നും ആഷിഖ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.